പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. റോമാലേഖനം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അതിൽ 12-ാമത്തെ വാക്യം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. അതാണ് പൗലോസ് എഴുതിയ വരികൾ. ഞാൻ ദൈവമക്കളോടാണ് ഈ വാക്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിൽ വന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു. പക്ഷേ ഇന്നും ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടുകളയാതെ അതിനെ താലോലിക്കുന്ന, അതിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ദൈവമക്കളോട് വാക്യം ഒന്ന് ഓർപ്പിക്കുകയാണ്. അതിൻ്റെ മേൽ നിങ്ങൾക്കൊരു ജയമുണ്ടാകണം. ഇന്ന് അനേക ദൈവസഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ദൈവനാമത്തിന് ദോഷം വരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവരുടെ ജഡത്തിൽ ഇന്നും പാപം വാഴുന്നു എന്നുള്ളതാണ്. ഞാനൊരു ദൈവ പൈതലാണ്. ദൈവനാമത്തിന് ദോഷം വരുന്നത് എന്നിൽ ഉണ്ടാകരുതെന്ന ചിന്ത നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഒരു സഭയിലായിരിക്കുന്ന നിങ്ങളെ, ഒരു ദൈവസഭയിലായിരിക്കുന്ന നിങ്ങളെ, ആ ദൈവസഭയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ ഇടയാകരുത്. അത് നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയേണ്ടിയ ഒരു വിഷയമാണ്. ഞാൻ ദൈവസഭയെ തകർത്ത് അല്ലെങ്കിൽ ദേശത്ത് ദൈവനാമത്തിന് ദോഷം ചെയ്തിട്ട് മറ്റൊന്ന് കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോയി അതിലെന്താ തെറ്റെന്ന് ചോദിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. എനിക്ക് അവരുടെ കൂടെ ഇരുന്ന് ആരാധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ആ സഭ വിട്ട് ഈ സഭയിലേക്ക് മാറിയത്, അല്ലെങ്കിൽ അവിടെ ഞാൻ പ്രശ്നമുണ്ടാക്കിയത് ഇന്ന കാരണം കൊണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സഭ ദൈവത്തിൻ്റെതാണ്, അവനാണ് അതിന് വില കൊടുത്തത്. അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം കണക്ക് പറയേണ്ടി വരും. ഈ മലയാളക്കരയിൽ മലയാളികളായ ആളുകളുടെ ഒരുപാട് ചർച്ചകളിൽ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാം നമ്മുടേതല്ലെന്നും നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തതാണെന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പിന്നെയും പാപത്തിൽ മരിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആ ബോധമില്ലാത്തത്. നാം ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയാണെന്നുള്ള ബോധ്യം, എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെയാണ്. പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പുറകെ, എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പുറകെ ഞാൻ പോകത്തില്ല. എനിക്ക് അവിടെ കസേര കിട്ടിയില്ല, ഞാൻ പറയുന്ന പോലെ അവിടുത്തെ പാസ്റ്റർ ചെയ്തില്ല, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ അതിനനുസരിച്ച് അവിടെ നടക്കുന്നില്ല, ഇങ്ങനെയുള്ള സില്ലിയായ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പലരും അതേ പോകുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, നാം നമ്മുടേതല്ല. നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തതാണ്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ മഹത്വത്തിനായി നമുക്ക് ജീവിക്കാം. ഒരു നല്ല അന്ത്യം നമുക്കുണ്ടാകട്ടെ. നിത്യതയിൽ പ്രതിഫലം പ്രാപിക്കാൻ അവൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ നമ്മളെ കുറ്റം വിധിക്കത്തക്കവണ്ണം നമ്മൾ ദൈവത്തിന് ദോഷം ചെയ്യാത്തവരായി, ദൈവഹിത പ്രകാരം ജീവിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.